പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനു അങ്ങ് പോയി കഴിഞ്ഞ ശേഷം അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. നല്ല ദേഷ്യത്തിലാണ് വൈജയന്തി ചെല്ലുന്നത്. എന്നിട്ട് അവിടെ നിൽക്കടിയെന്ന് അറിയും. എന്നിട്ട് വൈജയന്തി അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മനു അല്ല ഞാനാണ് എന്ന് പറയും കേട്ടോ. നീ ഇവിടെ വേലക്കാരിയാവാൻ വന്നിട്ട് ഇങ്ങനെ വീട്ടുകാരിയാവാൻ നോക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേലക്കാരിയാവണ്ട, വീട്ടുജോലിക്കാരിയാവണ്ട, ഞാനിവിടുന്ന് എന്നേ പോകാൻ റെഡിയായിട്ട് നിന്നതാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും നീ പോകാൻ നിൽക്കല്ലേ, നാളെ ഇന്ന് ഇപ്പോൾ രാത്രി ആവാറായി, അതുകൊണ്ട് ഇനി പിന്നെ പോകണമെന്ന് ഞാൻ വാശി പിടിക്കുന്നൊന്നുമില്ല. നാളെ രാവിലെ ആകുമ്പോഴേക്കും സൂര്യൻ ഉദിക്കുമ്പോഴേക്കും നീ പോകണം ഇവിടുന്ന്, നിൻ്റെ പൊടി പോലും ഇവിടെ കാണരുത് എന്നൊക്കെയാണ് കേട്ടോ അലീനയോട് പറയുന്നത്. അപ്പോൾ എന്തായാലും നിനക്ക് ഈ കുടുംബം കളിക്കാനുള്ളതൊക്കെ ബാലചന്ദ്രൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആ പണം എന്തായാലും ഞാൻ തിരിച്ചു തന്നിട്ടേ പോവുള്ളൂ എന്ന് അലീന പറയുമ്പോൾ, എന്തായാലും ആ പണം ഇനി ഇവിടെ വേണ്ട, നീ ഇവിടുത്തെ കുടുംബം കളിക്കേണ്ട ഇതായിട്ട് കൂട്ടിയാൽ മതി എന്നൊക്കെ വൈജയന്തി അലീനയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാനല്ല ഈ കുടുംബം കലക്കിയത്, ഞാൻ വരുന്നതിന് മുന്നേ ഈ കുടുംബം കലങ്ങിയിരിക്കുകയായിരുന്നു എന്ന് പറയൂ കേട്ടോ. അതിന് പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ നന്നാവാതെ ഈ കുടുംബം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നത് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്, എന്തായാലും ഞാൻ ഇനിയിപ്പോൾ എല്ലാം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീനയോട് ചെയ്ത ഓരോരോ കാര്യങ്ങളായിട്ട് അലീന എടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറുപ്പമായത് എൻ്റെ കുറ്റം, അതുപോലെ തന്നെ എന്നെ മനുവേട്ടൻ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നത് കുറ്റം, അതുപോലെ നിങ്ങളുടെ മകനും ആങ്ങളയുടെ മകനും കൂടെ എന്നോട് ഇങ്ങനെ ചെയ്തതും അതും എല്ലാം എൻ്റെ കുറ്റം കൊണ്ടാണ്. അതുപോലെ ബാലചന്ദ്രൻ സാറ് ഇവിടുന്ന് ഇങ്ങനെ 2 ദിവസം പിണങ്ങി പോയതും എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല, എന്തായാലും ഞാൻ ഇനിയിപ്പോൾ എല്ലാം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ, മേഡം എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർത്തടി, നീ ആരോടാ കുറയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വൈജയന്തി അതിൻ്റെ ഇടയിൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാഡത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് അലീന ആദ്യം തുടക്കം മുതലേ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് എന്തറിയാമെന്ന് അടി എന്നിങ്ങനെ ചോദിക്കും. നിനക്കറിയാവുന്ന നീ അങ്ങ് പറയും കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാം അറിയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, നിനക്കറിയാവുന്നത് നിൻ്റെ മനസ്സിലങ്ങ് വെച്ചാൽ മതി, നീ ഇവിടെ അത് ചിലവാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ കുടുംബം ശരിയാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് നന്നാവണം, നിങ്ങൾ ശരിയായാലേ ഈ കുടുംബം ഇനി നന്നാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലീന അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വൈജയന്തി അലീന പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശി ആ ഫോണൊന്നും തരാവോ, രേവതിക്കുട്ടീനെ വിളിക്കാനാണെന്ന് പറയും. എന്നിട്ട് പിന്നെ രേവതിക്കുട്ടീനെ വിളിക്കുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടി കിടന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇല്ല ചേച്ചി, ഞാൻ ബ്രഷ് ചെയ്യാൻ പോകുമായിരുന്നു എന്ന് പറയും. എന്നാൽ നീ ബ്രഷ് ചെയ്തിട്ട് വാന്ന് പറയുമ്പോൾ, ഇല്ല ഇനിയിപ്പോൾ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടേ ബ്രഷ് ചെയ്യാൻ പോകുന്നുള്ളൂ എന്ന് പറയും. പിന്നീട് അലീന അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അലീന അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഉടനെ നടക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ സാറാണെങ്കിൽ എന്നോട് ഇവിടുന്ന് പോകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സാറാണെങ്കിലും നല്ല ദേഷ്യത്തിലാണ്, അതുപോലെ തന്നെ മാഡം നല്ല ദേഷ്യത്തിലാണ്, രണ്ടുപേരും ഇപ്പോൾ കടിച്ചു കീറാൻ ഭാഗത്തിനാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടി പറയും, ഇതിന് മുന്നേ അങ്ങ് പോന്നാൽ മതിയായിരുന്നു അല്ലേ, ഇതിപ്പോൾ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും ഒരാഴ്ച കൂടെ നോക്കട്ടെ, അതിനപ്പുറം മാഡം എന്തായാലും ഇനി ഇവിടെ നിർത്തില്ല, എന്നെ അടിച്ച് പുറത്താക്കും, അപ്പോൾ ഞാൻ അതിന് മുന്നേ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാട്ടോ എന്നിങ്ങനെ പറയൂ. എന്നിട്ട് പിന്നെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ഇവരുടെ സംസാരം എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന ഫോൺ വെച്ച ശേഷം, കോള് കട്ട് ചെയ്ത ശേഷം മുത്തശ്ശിയാണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ മറ്റൊരാളോട് വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അത് മറ്റൊരാളല്ലല്ലോ, എൻ്റെ അനിയത്തിയല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് അലീനയോട്, രക്തബന്ധമൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ രക്തബന്ധങ്ങൾ കാട്ടി കൂട്ടുന്നൊക്കെ ഞാനിപ്പോൾ ഇവിടെ കണ്ടതല്ലേ, അതിനേക്കാളും എത്രയോ ഭേദമാണ് രക്തബന്ധം ഇല്ലാത്തവരെ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മുത്തശ്ശി ഇങ്ങനെ അലീനയോട് പറയുകയാണ്, വൈജ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്, നീ വരുന്നതിന് മുന്നേ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല സമാധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ രീതിയിലൊക്കെ മുത്തശ്ശി അലീനയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ കുറച്ച് ഒരു അലീനയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും അലീന അതൊന്നും പുറത്ത് കാണിക്കാതെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശീനോട്. പിന്നെ ഞാൻ കഴക്കൂട്ടത്തു നിന്ന് വന്നപ്പോൾ ഒരു ലോഡ് പ്രശ്നങ്ങളുമായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന തിരിച്ചും മുത്തശ്ശീനോട് പറയുന്നത്. കഴിഞ്ഞ് അലീനയാണെങ്കിലും മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇടിച്ചു കയറി ഇങ്ങോട്ട് വന്നതൊന്നും അല്ലല്ലോ, ഇവിടുത്തെ മുത്തശ്ശൻ എന്നെ കഴക്കൂട്ടത്ത് വന്ന് എന്നെക്കുറിച്ച് എല്ലാം അന്വേഷിച്ച് എന്നെ സെലക്ട് ചെയ്തതല്ലേ, എന്നിട്ടല്ലേ എന്നെ മനോട്ടനും സാറും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നീ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തെറ്റായ രീതിയിൽ എടുക്കൊന്നും വേണ്ട, ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും, ഞാൻ എപ്പോഴേ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശിക്കും അലീന പോകരുത് എന്നൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു, നീ വൈജ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും പോയി കളയരുത് കേട്ടോ, നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആരുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശി പറയും. അങ്ങനെയൊക്കെ അലീനയോട് പറയുമ്പോൾ അലീന തിരിച്ച് മുത്തശ്ശിനോടും പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഉള്ളിൽ പലതും ഇങ്ങനെ മനസ്സിലടക്കി പിടിച്ചും പരമാവധി എല്ലാം സഹിച്ചൊക്കെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, അത് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞ് പിന്നീട്
അലീന കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. താഴെ ബെഡൊക്കെ വിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിട്ട് കിടക്കുന്നത്. മുത്തശ്ശിക്കും നല്ലൊരു ടെൻഷനൊക്കെ ഉണ്ട്. അലീനയോട് ഇങ്ങനെ വൈജി ഇങ്ങനെ എപ്പോഴും പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അലീന പോകുമെന്നുള്ള ആ ഒരു സങ്കടം ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ മുത്തശ്ശിക്കും. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് കൃഷ്ണമോളാണെങ്കിലും ആകെ ടെൻഷനായി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് മാലതിയും ഗംഗാധരനും കൂടെ വരുന്നത്. അപ്പോൾ അവരുടെ കാറ് വരുന്നത് കാണുമ്പോൾ തന്നെ കൃഷ്ണമോൾ അവിടെ നിന്ന് എണീറ്റിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്കിളും ആൻറ്റിയാണോ എന്ന് ചോദിക്കും. എന്നിട്ട് അങ്കിൾ തന്നെ തിരിച്ചു പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഗംഗാധരൻ കൃഷ്ണമോളോടും വിശേഷങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി, എല്ലാവരുടെയും ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഭയങ്കര ഹൈ ടെൻഷനാണെന്ന് പറയട്ടെ. അപ്പോൾ ആർക്കാ എത്ര ടെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷൻ തന്നെയാണെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ അവരോട് തിരിച്ചു പോകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ പോകണ്ടേ, വീട് പൂട്ടിയിട്ടിട്ട് പോകുന്നതല്ലേ, ഞങ്ങൾ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ അവരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഗംഗാധരനും മാലതിയും മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ മുത്തശ്ശി എന്തോ വലിയ ആലോചനയിലാണ് കേട്ടോ. അപ്പം അമ്മ എന്തോ കാര്യമായിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും. എന്താ അമ്മയ്ക്ക് ഇത്ര ആലോചിക്കാനെന്ന് ചോദിക്കുമ്പോൾ കാണുന്നവർക്ക് ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നല്ല സുഖമായിട്ട് കിടക്കുകയാണെന്നൊക്കെ തോന്നും. സമയത്തിന് ഭക്ഷണം മരുന്ന് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓർക്കുന്നത്. പക്ഷേ അതിങ്ങനെ ഓർത്ത് കഴിയുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറയും. അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നീട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്കിപ്പോൾ എന്താ ഇത്ര പ്രശ്നം, അത് പറയേ, നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് 3 മക്കളുണ്ട്. മക്കളുണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. 3 പേരും എൻ്റെ അടുത്ത് എപ്പോഴും കാണുന്നൊക്കെ ആയിരിക്കും. പക്ഷേ 3 ആൺമക്കളും ഓരോരോ സ്ഥലത്തല്ലേ, അവരൊന്ന് കാണാൻ പോലും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ ഇവിടെയാണോ നിൽക്കേണ്ടത്? ഇതിപ്പോൾ വൈജയുടെ അടുത്തല്ലേ ഞാൻ നിൽക്കുന്നത്? ശരിക്കും എൻ്റെ തറവാട്, നമ്മുടെ തറവാട് ഇതൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് തറവാട്ടിലും പോയി നിന്നൂടെയെന്ന്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ ആ പൂതനയ്ക്ക് കലി ഇളകും, പിന്നെയല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നതെന്ന് പറയും. അത് കഴിഞ്ഞ് അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു വൈജയ്ക്കാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചതല്ലേ അവരോടൊക്കെ. അപ്പോൾ ആ പെൺകൊച്ചിനെ കണ്ണെടുത്താൽ കണ്ടുകൂടെ, അതിനെ പറഞ്ഞു വിടാനായിട്ട് നിൽക്കുകയാണ്. അതാണെങ്കിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? വൈജയുടെ സ്വഭാവം കൊണ്ട് എന്നൊക്കെ പറയേണ്ടത്. നല്ലൊരു കൊച്ചാണ്, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവൾ നന്നായിട്ട് നോക്കുന്നുണ്ട്, അവളെ കൊണ്ട് ഒരു ശല്യമില്ല. അലീനയെ കുറിച്ചാണ് കേട്ടോ ഗംഗാധരനോട് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 ഹോം നേഴ്സിനെ വെച്ചാലും അവളെപ്പോലെ ആവില്ല. അവളുടെ ഒരു കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ എങ്ങനെയും ആയത്. ഇനിയിപ്പോൾ അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നീ വൈജയനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം കേട്ടോ, നിന്നെ കുറച്ചൊക്കെ അവൾക്ക് പേടിയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അവൾക്ക് പേടിയൊന്നുമില്ല, കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവൾ എല്ലാവരോടും ഇങ്ങനെ കലിയെളുകാൻ വേണ്ട മട്ടിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ചോളാം എന്നൊക്കെ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ പോകുന്ന യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണല്ലോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് തന്നെ പോകണോ, നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ മാലതിയാണെങ്കിലും മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇതിനു മുന്നേ അലീന എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോന്ന് കേട്ടോ. അപ്പം അതെന്താ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ ഒരു 10-15 വർഷം മുന്നേ അച്ഛനെങ്ങാനും ആ പേര് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അറിയാം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ അപ്പം അങ്ങനെ ചോദിച്ചതെന്ന്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു അവൾ വെറുതെ ചോദിച്ചതാണ്, അമ്മയുടെ മനസ്സൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് പറയും കേട്ടോ. ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി, അമ്മേനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയും. അത് കഴിഞ്ഞ് അതൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞ് അവർ പിന്നെ നേരെ അലീനയുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നത്. അലീന ടേബിളിലേക്കൊക്കെ എന്തൊക്കെയോ കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ ഞാൻ എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് വേണ്ട, ഞങ്ങൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് ഇറങ്ങിയെന്ന് പറയട്ടെ. അപ്പോൾ അവർ വേണ്ടാന്ന് പറയും. പിന്നീട് അലീനയോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ സാറ് ചിലപ്പോൾ നല്ല ദേഷ്യത്തിലായിരിക്കും, ചിലപ്പോൾ നല്ല ശാന്തനായിരിക്കും, ആ സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ പറയും എന്നോട്, ചിലപ്പോൾ നല്ല ടെൻഷനായിരിക്കും എന്ന് പറയും. പിന്നീട് കുട്ടികളുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ബാലചന്ദ്രൻ റൂം മാറിയതിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വൈജയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയുടെ കാര്യം ഇങ്ങനെ ഭയങ്കര ദേഷ്യമാണല്ലോ അലീനയോട്. അപ്പോൾ അതും അവരോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്ടിലെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു ഇത് നിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണെന്ന് കേൾക്കട്ടെ എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു സാർ ഇങ്ങനെ റൂം മാറിയത് ശരിയായിട്ടില്ല, ഇനിയിപ്പോൾ സാർ അങ്ങനെ റൂം മാറിയെങ്കിലും അതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നം മാഡം ഉണ്ടാക്കിയല്ലോ, അതും ശരിയായിട്ട് തോന്നുന്നില്ല എനിക്ക് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എൻ്റെ തോന്നലാവാം, എനിക്കും തെറ്റി പറ്റാലോ എന്നൊക്കെ അലീന
അലീന അലീനയുടെ കാഴ്ചപ്പാടൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവരോട്. പിന്നെ മാലതി അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ വൈജി എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോകാനൊന്നും നിൽക്കണ്ട കേട്ടോ, ഈ വീട് നോക്കാനൊക്കെ ആരെങ്കിലും വേണ്ടേ എന്ന് പറയും. അപ്പോൾ അലീന പരമാവധി ഞാനിവിടെ പിടിച്ച് നിൽക്കാൻ നോക്കാം എന്നൊക്കെ അവരോട് പറയുകയാണ്. എന്തായാലും ഞങ്ങൾ വൈജീനോട് കൂടെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അത്രയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി ആണെങ്കിലും ബാങ്കിലേക്ക് പോകാൻ ഇങ്ങനെ റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരനെ വന്നിട്ടുള്ളതൊന്നും വൈജയന്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാരെ ഗംഗേട്ടനോ എപ്പോൾ വന്നു എന്ന് ചോദിക്കും. ഒരു അരമണിക്കൂറായി, നീ ഇങ്ങനെ കുളിക്കാൻ കയറിയെന്ന് കൃഷ്ണമോൾ പറഞ്ഞു, നീ എവിടേക്കാണ് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാങ്കിലേക്ക് പോവാണോ, അത്രയ്ക്ക് സമയമായോ എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ വൈജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വൈജയന്തി ആണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഗംഗേട്ടൻ അറിഞ്ഞു കാണുമല്ലോ, ബാലചന്ദ്രൻ എന്നെ ഡിവോഴ്സ് ചെയ്തു എന്ന് പറയട്ടോ. അപ്പോൾ നീ വെറുതെ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത് വൈജയെന്ന് ഇങ്ങനെ ഗംഗാധരൻ പറയാൻ ഗസ്റ്റ് റൂമിലേക്ക് മാറിയ കാര്യമൊക്കെ മനു പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഗാധരനാണെങ്കിലും. അപ്പോൾ അത് വൈജയനോട് പറയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനോട് സംസാരിച്ചോ എന്ന് വൈജി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചില്ല എങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വൈജയന്തി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കർണത്തടിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ആ അടി അവൾ എൻ്റെ കർണത്താണ് അടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്.